കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. ജെറമിയ 17:14 അഭിഷേകത്തിൽ ഈശോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും രോഗപീഠകൾ വിട്ടുമാറട്ടെ. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. 1 പത്രോസ് 2:24 അഭിഷേകത്തിൽ സൗഖ്യം കിട്ടട്ടെ. കർത്താവ് അവന് രോഗശൈലിയിൽ ആശ്വാസം പകരും. അവിടുന്ന് അവന് രോഗശാന്തി നൽകും. സങ്കീർത്തനങ്ങൾ 41:3 അഭിഷേകത്തിൽ സൗഖ്യം കിട്ടട്ടെ. ഞാൻ പറഞ്ഞു, കർത്താവെ, എന്നോട് കൃപ തോന്നണമേ, എന്നെ സുഖപ്പെടുത്തണമേ, ഞാൻ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയി. സങ്കീർത്തനങ്ങൾ 41:4 അഭിഷേകത്തിൽ സൗഖ്യം കിട്ടട്ടെ. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 147:3 അഭിഷേകത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. ഈശോയെ, എഴുന്നേൽക്കാൻ പറ്റാതെ കിടക്കുന്ന രോഗികളുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ സൗഖ്യം പ്രാപിക്കട്ടെ. ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ എഴുന്നേറ്റ് വരട്ടെ. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. ഈശോ, ഇവിടെ മറ്റാർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥനയുടെ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. പുറപ്പാട് 15:26 അഭിഷേകത്തിൽ സൗഖ്യം കിട്ടട്ടെ. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. ഈശോയെ, എന്തെങ്കിലും തരത്തിലുള്ള പകർച്ചവ്യാധികളോ അലർജികളോ വന്നിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഈശോയുടെ നാമത്തിൽ നിർവീര്യമായി പോകട്ടെ. പുറപ്പാട് 23:25 അഭിഷേകത്തിൽ ഞാൻ അവന്റെ വഴികൾ കണ്ടു, എങ്കിലും ഞാൻ അവനെ സുഖപ്പെടുത്തും. അവനെ കൊണ്ടുപോയി ആശ്വസിപ്പിക്കും. അവനെ പ്രതി വെല്ലുവിളിച്ചവരുടെ അദ്രങ്ങളിൽ നിന്ന് കീർത്തനങ്ങൾ ഉയരാൻ ഇടയാക്കും. യെശയ്യാ 57:18 മരണകാരണമായ രോഗം വിട്ട് കിടക്കുന്ന മക്കള് ഈ പ്രാർത്ഥന കേട്ട്, ഈ വോയിസ് കേട്ട് ഈ നിമിഷം തന്നെ വചനത്തിന്റെ ശക്തിയിൽ സുഖപ്പെടട്ടെ. കർത്താവ് അരുൾ ചെയ്യുന്നു, സമാധാനം, ദൂരസ്ഥർക്കും സമീപസ്ഥർക്കും സമാധാനം, ഞാൻ അവനെ സുഖപ്പെടുത്തും. യെശയ്യാ 57:19 അഭിഷേകത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. എന്തെന്നാൽ അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി. അനേകം തളർവാദ രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു. അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി. അപ്പോസ്തല പ്രവർത്തനം 8:7 ഈ വചനത്തിന്റെ അഭിഷേകത്തിൽ ഈശോയെ എല്ലാ രോഗപീഠങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ച് സന്തോഷം ഉണ്ടാവട്ടെ. പൗലോസ് അവനെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും അവന്റെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുകയും ചെയ്തു. ഈ സംഭവത്തെ തുടർന്ന് ദ്വീപിലുണ്ടായിരുന്ന മറ്റു രോഗികളും അവന്റെ അടുക്കൽ വന്ന് സുഖം പ്രാപിച്ചുകൊണ്ടിരുന്നു. അപ്പസ്തോല പ്രവർത്തനം 28:9 ഈ വചനത്തിന്റെ അഭിഷേകത്തിൽ ഈശോയെ വലിയ സൗഖ്യത്തിന്റെ ഉത്സവം നടക്കട്ടെ. യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുൾ ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. ഈ വചനത്തിന്റെ അഭിഷേകത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം തന്നെ വലിയ സൗഖ്യവും വിടുതലും പ്രാപിക്കട്ടെ. മത്തായി 8:3 യേശു ശതാധിപനോട് പറഞ്ഞു, പോയിക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയത്ത് തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു. പക്ഷേ ഈ വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കള് ഈശോയെ, ഇത് ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഈ സമയത്ത് തന്നെ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോയെ, അവൻ അവളുടെ കയ്യിൽ സ്പർശിച്ചു, പനി അവൾ വിട്ടുമായി മാറി, അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. മത്തായി 8:15 ഈ വചനത്തിന്റെ അഭിഷേകത്തിൽ അത്ഭുതകരമായ സൗഖ്യം ഒഴുകട്ടെ. സായാഹ്നമായപ്പോൾ അനേകം പിശാചുബാധിതരെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. മത്തായി 8:16 വചനം കൊണ്ട് ഈശോയെ ഈ നിമിഷം തന്നെ അത്ഭുതം സംഭവിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവ്, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണ തോന്നണമേ. കർത്താവ്, എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, എന്നെ സുഖപ്പെടുത്തണേ. ഈശോയെ, ഈ പ്രാർത്ഥന ശ്രമിച്ച് സങ്കീർത്തനം 6:2 പ്രാർത്ഥന ശ്രമിച്ച് ഈശോയെ സൗഖ്യപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെ വഹിച്ചുകൊണ്ട് ജനം ജെറുസലേമിൽ നിന്ന് ചുറ്റുമുള്ള പട്ടണത്തിൽ നിന്ന് വന്നിരുന്നു. എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഈശോയെ രോഗശാന്തി ലഭിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തനം 5:16 ഞാൻ നിന്റെ കണ്ണുനീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. ഈശോയെ, 2 രാജാക്കന്മാർ 20:5 വചനത്തിന്റെ അഭിഷേകത്തിൽ സൗഖ്യം പ്രാപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് വരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവിടുന്ന് തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിട്ടിച്ചു. ഇപ്പൊ തന്നെ സംഭവിക്കട്ടെ. സങ്കീർത്തനം 107:19-20 അവൻ തന്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുന്ന എല്ലാ രോഗികളും വ്യാധികളും സുഖപ്പെടുത്താൻ അവർക്ക് അധികാരം നൽകി.
ഈ വചനത്തിന്റെ അഭിഷേക ശക്തിയിൽ, മത്തായി 10:1 അഭിഷേക ശക്തിയിൽ ഈശോയെ അവിടുന്ന് എനിക്കും ഈശോയെ അഭിവന്യ പിതാവിന് നൽകിയിരിക്കുന്ന, ഇവിടെയുള്ള രൂപതയിലുള്ള എല്ലാ അച്ഛന്മാർക്കും നൽകിയിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിന്റെ ശക്തിയിൽ ഈ ദേശത്തുള്ള എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോയുടെ ഈ നിമിഷം തന്നെ പ്രാർത്ഥിക്കുന്നു. ഈശോ ഇത് കേട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ സുഖം പ്രാപിക്കും. ലൂക്ക 8:50 അഭിഷേകത്തിൽ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് എന്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി, അവിടുന്ന് എന്റെ ചാക്കുവസ്ത്രം അഴിച്ച് ആനന്ദമണിയിച്ചു. സങ്കീർത്തനങ്ങൾ 30:11 അഭിഷേകത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിന്റെ എല്ലാ അത്ഭുത ശക്തി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നതിന് വേണ്ടി ഈ സമയം നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു. എന്റെ ഈശോയെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളിലേക്ക് അവിടുന്ന് കൃപയിറക്കണേ. ജനങ്ങളെല്ലാം അവനൊന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു, എന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരും സുഖപ്പെടുത്തിയിരുന്നു. ലൂക്ക 6:19 പ്രാർത്ഥിക്കുന്നു. അവൻ അവളുടെ മേൽ കൈകൾ വെച്ച് തൽക്ഷണം നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. നട്ടലിന്റെ വേദനയുള്ള ബുദ്ധിമുട്ടുള്ള എല്ലാ വ്യക്തികളും ഈ വചനത്തിന്റെ ശക്തിയിൽ, ലൂക്ക 13:13 ശക്തിയിൽ ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കട്ടെ. അബ്രാഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അബീമേലെക്കിനെയും ഭാര്യയും വേലക്കാരികളെയും സുഖപ്പെടുത്തി. അവർക്കെല്ലാവർക്കും സന്താനങ്ങൾ ലഭിച്ചു. ഈശോയെ, സന്താനങ്ങൾ ലഭിക്കാത്ത എല്ലാ മക്കളും ഈ നിമിഷം തന്നെ സൗഖ്യം പ്രാപിക്കുന്നതിന് വേണ്ടി ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഉൽപ്പത്തി 20:17 ക്ലെയിം ചെയ്യുന്നു. മോശ കർത്താവിനോട് നിലവിളിച്ചു, ഞാൻ കേണപേക്ഷിക്കുന്ന ദൈവമേ അവളെ സുഖപ്പെടുത്തണേ. സംഖ്യ 12:13 ഈ വചനത്തിന്റെ അഭിഷേകത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇത് ഞാനാണ്, ഞാൻ മാത്രമാണ് ദൈവം, ഞാനല്ലാതെ വേറെ ദൈവമില്ല. കൊല്ലുന്നതും ജീവിപ്പിക്കുന്നതും ഞാൻ, മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. നിയമാവർത്തനം 32:39 അഭിഷേകത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങേക്ക് മാത്രമേ ഈശോയെ സുഖപ്പെടുത്താനായിട്ട് കഴിയുള്ളൂ എന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. രാജാവിനോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനോട് എനിക്ക് വേണ്ടി ദയവായി പ്രാർത്ഥിക്കുക. അവിടുന്ന് എന്റെ കരം സുഖപ്പെടുത്തിട്ട് അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. രാജാവിന്റെ കരം പഴയപടി. 1 രാജാക്കന്മാർ 13:6 എല്ലാ മധ്യസ്ഥ പ്രാർത്ഥനയോട് ഈ നിമിഷം തന്നെ കേൾക്കപ്പെടട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. അങ്ങനെ ദൈവപുരുഷന്റെ വാക്കനുസരിച്ച് അവൻ ജോർദാനിൽ ഇറങ്ങി 7 പ്രാവശ്യം മുങ്ങി. അവൻ സുഖം പ്രാപിച്ചു. ശരീരം ശിശുവിന്റേതുപോലെ. ഈശോയെ, സ്കിൻ സംബന്ധമായ രോഗങ്ങളുള്ള വ്യക്തികൾ ഈശോയെ 2 രാജാക്കന്മാർ 5:14 സൗഖ്യപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആകയാൽ നിന്റെ മരുമകൾ സാറായും സുഖപ്പെടുത്താൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. തോബിത്ത് 12:14 ദൂതന്മാരുടെ മധ്യസ്ഥം വഴിയായിട്ട് ഈശോയെ അത്ഭുതകരമായ സൗഖ്യം ഈശോയെ പ്രാപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ 33 വചനങ്ങളുടെയും കൃപയാല് ദിവ്യകാരുണ്യമേ കർത്താവേ, അവിടുന്ന് ഈ മക്കളെല്ലാം സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ പരിശുദ്ധാത്മ അഭിഷേകത്താൽ സുഖപ്പെടുത്തുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.